അങ്ങേർക്ക് ആ വണ്ടിയുടെ വിലയൊന്നും അറിയില്ല, പൊളിച്ചു തരും. എന്നാ എന്റെ വില എന്താന്ന് അവന്മാരറിയും. എന്റെ വണ്ടിക്കിട്ട് അടിക്കാൻ പറ്റിയ കളിക്കാരനാരാന്ന് എനിക്കൊന്ന് കാണണല്ലോടാ. വണ്ടി ഒന്ന് മാറ്റിയിട്ടേക്ക്, കുരുത്തം കെട്ട പിള്ളേരാ. അടിക്കൂന്ന് പറഞ്ഞ അവന്മാരടിക്കും. ഫൗൾ വിളിക്കാൻ പറയണ. കളിക്കുമ്പോ നോക്കി കളിക്കണ്ടേ? അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കാൻ ഞങ്ങൾ വരേണ്ടി വരും. പുതിയ ആളല്ലേ, ഓഫീസിലേക്ക് വന്നാ മതി. ഓഫീസിലേക്ക് വന്ന് നീണ്ട് പുട്ടും പഴവും കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടേണ്ട. വണ്ടിയിലേര്. വണ്ടി എടുത്ത് മാറ്റി സാറേ, കളിക്കട്ടെ. അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ കച്ചവടം അതിനിപ്പോ സാറല്ല, സാറിന്റെ അപ്പം വന്ന് പറഞ്ഞാലും ഉളക്കാക്കിയിട്ട കാവൽനായെന്ന് പറഞ്ഞ ആട്ടും ഞാൻ. എന്താടാ നിനക്ക് ഇത്ര ചൊറി? തീറ്റത്തിന്റെ കളറുള്ള ലോഹം വിട്ട് ആടതി എന്നോട് കാണിക്കല്ല. വണ്ടിക്കേരടാ. സാർ പോ സാറേ. ഓ ഹേയ്, ശ്രീനിവാസ, പിടിച്ച എൻകൗണ്ടർ തീർക്കാൻ തമിഴ്നാടൊന്നും അല്ലത്. ജോർജിന്റെ കൗണ്ടറൊന്നും നീ താങ്ങില്ല. സാർ, മൊഴിയുണ്ട്. ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊള്ളാം. ശ്രീനിവാസൻ തമിഴ്നാട്ടിൽ നിന്നാ. ഇവിടുത്തെ പതിവുകളൊന്നും അറിയില്ല. കണ്ടറിഞ്ഞ് ചെയ്യണമായി. ഇനിയിപ്പൊ കൊണ്ടറിയാനാ വിധി. അവനെന്തെങ്കിലും അറിവില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ, മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും. നീയും ഇരുന്നു. നീ എന്നതായി കാണിക്കുന്നേ? മര്യാദക്ക് ഭക്ഷണം കഴിച്ചേ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ അപ്പച്ചനെ പോലെ നല്ല പവറുള്ള ബിസിനസ്സുകാരനാകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബിസിനസ്സുകാരനൊന്നും ആവണ്ട. പിന്നെ എനിക്ക് പോലീസായാൽ മതി. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
കുവമത്യ